In 800 meters, turn left. ശരി. ഹലോ, വെൽക്കം ടു റേസ്. ഞങ്ങള് ഇന്ന് ഒരുപോലെയുള്ള സാരിയൊക്കെ ഇട്ടിട്ട് ഞാനും തന്നെയും കൂടി നമ്മളെങ്ങനെ പോണേ തന്നെ നമ്മള് പാവട്ടി ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും. കാരണം മഴയൊക്കെ പിടിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് ആകെ അലമ്പായിട്ടിരിക്കുക. ഞാൻ തന്നെ ദിവസം പുറത്തു പോകുന്നുണ്ട്, തനിക്ക് ജോലി ഉണ്ട് അതുകൊണ്ടിട്ടാ. ഞങ്ങളപ്പോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെയോടെ അതില്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപോലത്തെ സാരിയൊക്കെ കൊടുത്ത് ഞങ്ങളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ റീലൊക്കെ ഇട്ടിട്ട് കെട്ടിപ്പിടിച്ചിട്ടും കൈകൊത്തിട്ടും അതെ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്നില്ലെങ്കിൽ നമുക്ക് അതുപോലെ നമുക്ക് ജീവിക്കാലോ. എന്താല്ലേ റീല് പോലെയുള്ള ജീവിതം, അങ്ങനെ ഇട്ടല്ലോ ടൈറ്റില്. റീല് പോലെ ഒരു ജീവിതമാണ് ഇന്നത്തെ വൈകുന്നേരം. അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. കുറെ ദിവസമായി ധന്യക്ക് ജോലി ഉണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വൈബാക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു മറ്റേ കുഞ്ഞൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മള്, അത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആങ്സൈറ്റി ഒക്കെ മൂത്തിട്ട് ടെൻഷനായി, പുറത്തേക്ക് ഇറങ്ങാത്ത സ്ഥിതിയായി. ഞാനിങ്ങനെ പർപ്പസ്ലി അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി പുറത്തേക്ക് ഒന്ന് ഇറങ്ങണം. കാരണം വെച്ചാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അങ്ങനെയാണ് ഞാൻ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തു. വീണ്ടും ഞങ്ങളുടെ നമ്മുടെ ക്യാച്ചപ്സ് ഒക്കെ ഇങ്ങനെ പഴയ പോലെ ഇല്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങനെ തന്നെ ഇന്ന് എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകാം, ചായ മേടിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. സ്ഥലത്തിന്റെ പേരറിയില്ല, കടയുടെ പേരറിയില്ല, ഒന്നും അറിയില്ല. ഇങ്ങനെ പോവാണ്. ഞാൻ വണ്ടി ഓടിക്കുന്നു, ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി കിട്ടുന്നില്ല. അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാനൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. എന്ന് ഷെൽഫായി തുടങ്ങിയിട്ടുണ്ട്. അസല എനിക്ക് ചായ മേടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഇടിക്കും കേട്ടോ. കണ്ടത് പാവർട്ടി വിട്ടു. ഇതന്നെ ഞങ്ങള് ഇവിടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഭയങ്കര സൗണ്ട്, ശബ്ദ കോലാഹലം, നല്ല ഭംഗിയുള്ള കായലൊക്കെ കേട്ടാ. അയ്യോ, കായൽ പിടിച്ച് കൊടുത്ത് കുറെ ആൾക്കാരെ ഉണ്ട്. അവിടെ പോയി എടുക്കാം. ബാ ഒന്നും ഇങ്ങോട്ട് നോക്കാമോ? ശരിയൊന്നുമില്ല. ഉറപ്പായിട്ട് ഇറങ്ങിയ പോലെ ഉണ്ടല്ലേ. റേറ്റിംഗ് കൂട്ടുന്നത് മതിയോ? ഇവരുടെ നല്ല ബർഗർ അത്ര കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? നല്ല ചൂടുണ്ട്. ഈ തണുപ്പുള്ള ക്ലൈമറ്റില് കുറച്ച് ചൂടുള്ള കഴിയുമ്പോൾ ഒരു കഴിച്ചിട്ട് അഭിപ്രായം പറ, എങ്ങനെയാണെന്ന്. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത്. കണ്ടുണ്ട്. ശരി. ഇംഗ്ലീഷുകാരൊക്കെ കാണിക്കുന്നവരെ വാവ് എങ്ങനെയുണ്ട്? അതായിട്ടോ ചീസ്. വാവ്, ഇവിടെ ഒരു കുട്ടിയുണ്ടല്ലോ, മൂന്നാമതൊരു. ഫോണോടെ സൂക്ഷിച്ച് വെച്ചോട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ചില്ല് ചെയ്ത്
അതെ, ഞങ്ങൾ പാലത്തിന്റെ മോഡൽ നിർത്തിയിട്ടൊക്കെയാ. അവിടെ ഒരു കാർ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു, അതിന്റെ ലൈറ്റ് ആയിരുന്നു ഇപ്പൊ ഇത്ര അടിച്ചിരുന്നത്. അത് പോയി. അത് പോയി. ഇതിപ്പോ ഞങ്ങളുടെ സാരി കാണിക്കാൻ വേണ്ടിയുള്ള വെറും ഒരു പട്ടി ഷോ. ധന്യയുടെ ലൈറ്റിംഗ് ആണ്. നമ്മൾ പോയ സ്ഥലമാട്ടോ ആ കാണുന്നുണ്ട്. അത് അവിടെ അത് നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു. മഴയും കൂടി പെയ്തിരുന്നെങ്കിൽ പൊളിച്ചേനെ അല്ലേ. പാലത്തിലാരുമില്ല. അപ്പോൾ ശരി, ബൈ ബൈ. അടുത്ത വ്ളോഗിൽ കാണാം. ധന്യ ടാറ്റ പറഞ്ഞു. ടാറ്റ.